അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് മഷ്റൂംസ് ആണ്. കേടായ ബൾബിനെ കൊണ്ടൊക്കെ മഷ്റൂം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഗ്ലൂ ഗണ്ണിനെ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് 2 ദിവസം എടുത്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 5-6 സർക്കിളൊന്ന് വരച്ചിട്ട് അതിലൊന്ന് ഫില്ലാക്കി കൊടുക്കണം. പിന്നെ കുറച്ച് മീഡിയം സൈസിലും കുറച്ച് വലിയ സൈസിലായിട്ട് ഒന്ന് ഗ്ലൂ ഗൺ ആക്കി കൊടുക്കണം. അപ്പോൾ അത് ഉണങ്ങി കിട്ടാനായിട്ട് ആകെ കുറച്ച് സമയം വേണ്ടു. അതുകൊണ്ട് നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ആകെ 5 ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ ഒരു 5-6 എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പെർഫെക്ഷനിലൊക്കെ എനിക്ക് ഈ സർക്കിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വടിയൊന്നും അധികം കട്ടിയിലാക്കി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിലാക്കിയാൽ അത് കുറച്ച് നേരെ നിൽക്കും. ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വളഞ്ഞു കൊണ്ട് തന്നെ നമ്മളെ മഷ്റൂം കുറച്ച് ചെരിയും. അപ്പോൾ ഒരു ഫ്ലോപ്പായ ഒരു ടെക്സ്റ്റേഡ് ആർട്ടിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു ചെറിയത്. എന്നിട്ട് അതിനൊന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഓവൽ ഷേപ്പാണെന്ന് പറയാനൊന്നും പറ്റില്ല, ഞാനൊരു ഇഷ്ടത്തിലാണ് കട്ട് ചെയ്തതാണ്. പിന്നെ ഈ മഷ്റൂമിന് എഫക്റ്റ് കിട്ടാനായിട്ട് ഒരു വലിയ മഷ്റൂം, ഒരു ചെറിയ മഷ്റൂം, അങ്ങനെ മീഡിയം, വലുത്, ലാർജ് അങ്ങനെയാണ് മഷ്റൂം വേണ്ടത്. എന്നിട്ട് ഞാൻ ഓരോരോ സ്ഥലത്തും ഓരോരോ വടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വടീൻ്റെ മുകളിലാണ് ആ സർക്കിൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് കുറേ തവണ ഫ്ലോപ്പായിട്ട് പിന്നെയും ചെയ്തതാണ് ഞാൻ. പക്ഷേ അധികം ഇപ്പൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പെയിൻ്റ് അടിക്കുമ്പോഴാണ് കുറച്ച് കൊളായിപ്പോയത്. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻ്റ് അടിക്കണ്ടായിരുന്നു, സിമ്പിളായിട്ട് തന്നെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ മഷ്റൂമായിട്ട് തോന്നിക്കണ്ടേ, അതുകൊണ്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ ഒട്ടിക്കും പറിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഗ്ലൂ ഗൺ ഒന്ന് സർക്കിളാക്കിയിട്ട് അത് ഉണങ്ങുന്നതിന് കുറച്ച് ചൂട് കുറച്ച് തണുപ്പെന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊന്നിങ്ങനെ എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പിലായി കൊടുക്കണം. എന്നാൽ പിന്നെ കുറച്ചുകൂടി മഷ്റൂമിൻ്റെ എഫക്റ്റ് വരും. എന്നിട്ട് ഞാൻ എല്ലാ മഷ്റൂമിലും ഓരോരോ റെഡ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാൻ പറ്റും, പിങ്കോ അങ്ങനെ എന്ത് കളറും അടിക്കാൻ പറ്റും. പക്ഷേ റെഡ് കളറാണ് അധികം ഞാൻ കാണാറുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ഞാൻ എല്ലാം പൊളിച്ചു കളഞ്ഞതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻ്റ് അടിച്ച് കൊളായിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് എല്ലാം ഞാൻ പൊളിച്ചത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പണിയെടുക്കാൻ പോയില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഇത് കാണുന്നത്. കാരണം അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പൊളിച്ച് പിന്നെ ഉണ്ടാക്കണ്ടേ. പിന്നെയും അതിൻ്റെ മുകളിലത്തെ പെയിൻ്റൊക്കെ ഇളകിപ്പോയായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, കാരണം വെറുതെ ലാഗ് അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു പെയിൻ്റ് അടിച്ച് ഒട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്, കാരണം അധികമൊന്നും മെസ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉള്ള പെയിൻറ്റും ഗ്ലൂ ഗണ്ണും മൊത്തം എൻ്റെ ഡെസ്കുമേലായിരുന്നുള്ളത്. ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം മൊത്തം ഡെസ്കുമേലാണ് തോന്നാക്കിയത്. പിന്നെ എനിക്ക് ഒന്നുകൂടി മതിയായില്ല, അതുകൊണ്ട് തന്നെ ഒരു റൗണ്ടും ഒരു വടിയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് സ്പേസ് ബാക്കിയുണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്ക് ബ്രഷ് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് അടിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണങ്ങുന്ന മുന്നേ കുറച്ച് ചൂടും കുറച്ച് തണുപ്പുള്ളതും തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കണം. പിന്നെ അതേ സെയിം കളറിന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ചുവപ്പും മഞ്ഞ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മതിയായിട്ട് ഒരു റൗണ്ടും ഒരു സ്റ്റിക്കും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഒരു ബോറായിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെയും സ്പീഡിൽ തന്നെ ഒരു യെല്ലോ കളറും റെഡ് കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗ്യാപ്പുള്ളിടത്തിൽ പിന്നെ അടിച്ചു കൊടുത്തു. അധികം തിങ്ങി നിൽക്കറ്, അധികം ഗ്യാപ്പും പറ്റില്ല, ഒരു ഒത്ത രീതിക്കാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ലാസ്റ്റത്തെ ഒരു ടച്ചപ്പാണ്. ഈ യെല്ലോ കളറാണ് മൊത്തം ഇത് കൊളാക്കാനുള്ള കാരണം സ്റ്റിക്ക് മേലടിക്കുമ്പോൾ നേരെ താഴെ പോവും, കുറച്ചുകൂടി മുകളിലടിക്കുമ്പോൾ റെഡ് കളർ മേലാവും. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാൻ ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, യെല്ലോ കളറും റെഡ് കളറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങാൻ വെക്കാം. പക്ഷേ ഇത് ഉണങ്ങി കിട്ടാനായിട്ട് ഒരു ദിവസമൊക്കെ പിടിക്കും. പക്ഷേ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എൻ്റെ മെസ്സായി കിടക്കുന്ന കട്ടിങ് മാറ്റൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ അധികം പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും ഒരോടും കൂടി ഞാൻ മഷ്റൂം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.